WW വെൽത്ത് ആൻഡ് വിമൻ, പെണ്ണും പൊന്നും. അവതരണം സുഹൃത്ത് നാടകക്കളരി. സാക്ഷാത്കാരം വിദുര സുധാകരൻ. കാറ്റ് വെളിച്ചത്തെ കെടുത്തും. അതുമല്ല, തീപ്പട്ടിക്ക് ഇപ്പൊ എന്നാ വിലയാ. ഒരു അനാവശ്യ കൊള്ളി കത്തിയാൽ ഒരു മരമല്ലേ കത്തുന്നത്? ഇതും മരത്തിന്റെ ഭാഗമല്ലേ? മരത്തിനൊക്കെ ഇപ്പൊ എന്നോ വിലയാ, പ്രത്യേകിച്ച് കറണ്ടിന്. അല്ലെങ്കിൽ തന്നെ തുണി തുന്നുവാൻ ഇത്തിരി വെട്ടം പോരെ? എന്തിനാ മുറി മുഴുവൻ വെളിച്ചം? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നല്ലേ കവിപദം. രംഗത്ത് ഷാജി ആര്യനാട്, ജയൻ സരിക, ഹാരിഷ് മണ്ണറ, സുനിൽ നീലിമ, ഷാജഹാൻ തൊളിക്കോട്, ബാലചന്ദ്രൻ. ഹലോ, നൈറ്റ് ഇടരുതേ. ഞാനേ ഇവിടെ ഒരു ജോലിയില്ല, തുണി തുന്നുകയാണ്. ഇതൊന്ന് തുന്നി തീർന്നിട്ട് വേണം. അല്ലെങ്കിൽ തന്നെ തുണി തുന്നുവാൻ ഇത്തിരി വെട്ടം പോരെ? എന്തിനാ മുറി മുഴുവൻ വെളിച്ചം? ആരാ? ലൈറ്റ് ഇടരുതേ. ഞാനേ എന്റെ തുണി തുന്നുകയാണ്. ഇതൊന്ന് തുന്നി തീർന്നിട്ട് വേണം ഒന്നെടുക്കാൻ. എന്നിട്ടിടാം. എന്താ? അല്ലെങ്കിൽ തന്നെ ഇരുട്ടത്തിരിക്കുമ്പോൾ എന്തിനാ തുണി? നമ്മൾ തുണി വെറുതെ യൂസ് ചെയ്താലേ തുണിക്ക് ലൈഫ് ഉണ്ടാകുമോ? തുണി തേഞ്ഞു പോകില്ലേ? എന്താ ഇത്? കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ റെഡിയാ. ഇനി ലൈറ്റ് ഇടാം. ഹോ, എന്തിനാ മുറി മുഴുവൻ പ്രകാശം? എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും മാത്രം കണ്ടാൽ പോരെ? അണച്ചേക്ക്. ഹലോ, അണച്ചേക്കാൻ. പറഞ്ഞത് കേട്ടില്ലേ? അണച്ചേക്കാൻ. ഈ മെഴുകുതിരി വെട്ടം തന്നെ ലേശം കൂടുതലാ. ഈ മെഴുകുതിരിക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് ഒരിക്കലും കത്തിത്തീരില്ല. ഞാനേ ഒരു പേപ്പർ കൊണ്ട് നന്നായി ചുറ്റിക്കെട്ടിയിരിക്കുക. മെഴുകുരുകിയാൽ പുറത്തു പോകില്ല. മെഴുകുരുകി പേപ്പറിനുള്ളിൽ നിറയും. തിരി വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കും. എന്നോടാ കളി. വെളിച്ചം കുറച്ച് മതി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരാ? ആരാന്ന്? ആരാ? ആരോ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്നെയും എന്റെ സമ്പാദ്യത്തെയും സദാ നിരീക്ഷിക്കുന്ന ചാരൻ. 8 മണിക്ക് തുടങ്ങിയ ജോലിയാ. എന്തൊരു ജോലി! റെസ്റ്റില്ലാത്ത പണി. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നവനല്ലേ? ഇന്നത്തെ വരവ് 100 രൂപ, ചെലവ് 10 രൂപ. രാവിലെ 2 കഷ്ണം ബ്രെഡ്, ഉച്ചയ്ക്ക് 2 കഷ്ണം, ഇനി വൈകിട്ട് 3 കഷ്ണം. കുടിക്കാൻ കുറച്ച് വെള്ളം, അത് പബ്ലിക് ടാപ്പിലെ വെള്ളമായാൽ വളരെ നല്ലത്. നമുക്കേ വെള്ളം ധാരാളം ഉപയോഗിക്കാൻ കഴിയില്ല. വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കണ്ടേ? അതുകൊണ്ട് ഞാൻ കുറയ്ക്കുന്നു. ഇന്നലെയും വരവ് 100 രൂപ, ചെലവ് 7 രൂപ. അങ്ങനെ ശരാശരി 90 രൂപ വെച്ച് ഒരാഴ്ച 630 രൂപ.
വലിച്ചെറിയുന്ന നാണയങ്ങൾ പറക്കി സമ്പാദിച്ചു തുടങ്ങിയതാ. കുറെ കഴിഞ്ഞ് പത്രങ്ങൾ നടന്ന് വിറ്റു. കുറച്ച് സമ്പാദ്യമായപ്പോൾ സൈക്കിളിൽ പത്രം ഇട്ടു തുടങ്ങി. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ സമ്പാദിച്ച് ഒരു മാസം 2240 രൂപ. കിട്ടിയ പൈസ എല്ലാം കൂട്ടി വെച്ച് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അതും പട്ടിപ്പലിശ. അങ്ങനെയും കുറെ സമ്പാദിച്ചു. എന്തിനേറെ പറയുന്നു, പുരുഷ വേശി വരെ പണം സമ്പാദിക്കും. അങ്ങനെ ഒരു വർഷം 30,520 രൂപ. പത്ത് വർഷം 3,02,400 രൂപ. അങ്ങനെ 20 വർഷം 30 വർഷം 40 വർഷം അങ്ങനെ 50 വർഷം ഞാനും ഒരു കോടീശ്വരനാകും. I will be a big villain of the world. ഇതെല്ലാം ഈ പെട്ടിക്കുള്ളിലാണെങ്കിലും കുറെയൊക്കെ ഞാൻ പറമ്പിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതൊന്നും ആർക്കും അറിയില്ല. അതും കൂടി കൂട്ടിയാൽ ഞാനൊരു മെഗാ മില്യണർ ആകും. മെഗാ മില്യണർ. മെഗാ. സൂനവേ, എന്റെ പ്രിയ സൂനമേ, നീ എന്റേത് മാത്രമാണ്. ഇതെല്ലാം നിനക്ക് കൂടിയുള്ള നാണയങ്ങൾ, നാണയ ശേഖരങ്ങൾ, നോട്ടുകെട്ടുകൾ, സ്വർണങ്ങൾ, സ്വർണമാലകൾ, രത്നങ്ങൾ, പവിഴങ്ങൾ, മരതകങ്ങൾ, ഇതെല്ലാം നിനക്ക് കൂടിയുള്ളതാണ്. ഷെയർ മാർക്കറ്റുകൾ, റിസോർട്ടുകൾ, റിയൽ എസ്റ്റേറ്റുകൾ, അങ്ങനെ എന്റെ സൂനമേ, എന്റെ പ്രിയ സൂനമേ, നീ മാത്രമാണ് എന്റെ ആശ്വാസം.
എന്റെ വംശം നിലനിർത്താൻ എനിക്കത് വേണ്ടി വന്നു. അവനെ നമ്മുടെ ഹെൻറി അവന് ഞാനിപ്പോഴൊന്നും കൊടുക്കത്തില്ലല്ലേ? അവനെ ദൂർത്തന, വേറെ ദൂർത്തൻ. ഹാ! വിഭാരിയ ദുഃഖത്താൽ ഉടനെ എനിക്ക് കൂട്ടാരാകും. കൂട്ട് കൂട്ട് നീയാകും. നീയാകുമെന്ന് വലേറിയ. നീ മാത്രമാണ് എന്റെ ആശ്വാസം. ഉന്നതകുല ജാഥയല്ല, രമ്യഹർമ്മ്യങ്ങളുമില്ല, ആഡംബര കൊട്ടാരങ്ങളോ അലങ്കാര വസ്തുക്കളോ ഇല്ല. കേറാൻ മോള പരിചാരകരുമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ധനാഢ്യാണ് വിവാഹം കഴിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ വളരെ ലാളിത്യമുള്ളവരാണ്. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ മാൻ. സിംപ്ലിസിറ്റി ഈസ് മൈ മോട്ടോ. എന്തിനാണ് ഈ ദൂത്ത്? സഞ്ചരിക്കാൻ ഒരു കാറ്, അതിന് BMW തന്നെ വേണമെന്നുണ്ടോ? ഓ മറന്നു. ലൂക്കോ, കാറ് റെഡിയായോ? പിന്നെ കഴിക്കാൻ കുറച്ച് ഭക്ഷണം, അതിന് ദം ബിരിയാണിയോ 4 കൂട്ടം പ്രഥമനും കൂട്ടിയുള്ള സദ്യ തന്നെ വേണമെന്നുണ്ടോ? കുറച്ച് ചോറ്, അല്പം തൈര്, 2 കഷ്ണം മൊരിച്ച ബ്രെഡ് മതി. ആരോഗ്യം നിലനിൽക്കും. ഉപാധേയ പ്രവർത്തനങ്ങൾക്ക് നല്ലത്. ആരോഗ്യം നിലനിൽക്കും. പിന്നെ നാണം മറയ്ക്കാൻ ഒരു വസ്ത്രം, അത് വൃത്തിയുള്ളതാകണമെന്നേ ഉള്ളൂ. അല്ലാതെ ബ്രാൻഡഡ് ആകണോ നിയമമല്ല ഉണ്ടോ? ലളിതവും ലാളിത്യമാകുന്നത് ഫിസിക്കിന്റെ ഭാഗമേ അല്ല. എന്റെ പ്രിയെ, എന്റെ പ്രേയസി, നിന്റെ നിഷ്കളങ്കമായ ചിരി, നിന്റെ ഉത്തരവാദിത്വം, നിന്റെ കാര്യക്ഷമത, നിന്റെ അധ്വാനം, നിന്റെ പരിചരണം, നിന്റെ അഫക്ഷൻ, ഇതെല്ലാം എന്നെ വല്ലാതെ മയക്കിയിരിക്കുന്നു. നിന്റെ ചിരിയും ചലനവും എന്നെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നു. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വല്ലാതെ ഇക്കിളിപ്പെടുത്തുന്നു. നിന്റെ സാമീപ്യം എന്നെ ഒരു പുതിയ മനുഷ്യനാക്കുന്നു. നീ രോഗാതുരയായി കിടക്കുന്ന നിന്റെ അമ്മയെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ നീ ഒരു മാലാഖയാണോ എന്ന് തോന്നുന്നു. നിന്റെ ഓരോ പ്രവൃത്തിയും എന്തുമാത്രം വിനയവും ആദരവും പുലർത്തിയിട്ടുള്ളതാണ്. എന്റെ വലേറിയ, എന്റെ അയൽപക്കത്തെ സുന്ദരി, നിന്നെ ഞാൻ പ്രണയിക്കുന്നു. പ്രേമം ദിവ്യമാണ്, അലൗകികവുമാണ്. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് വല്ലതും അവൻ കേട്ടാൻ തോന്നും. കേട്ട് കാണും. കേട്ട് കാണില്ല. ഞാൻ പറയുന്നതല്ല കേൾക്കാമോ? ഭാഗ്യം. കേട്ടില്ല. വരുന്നയാൾ വരട്ടെ. വരുന്നയാൾ എന്തേലും ഭാഗ്യവുമായിട്ടാണോ വരുന്നതെങ്കിലോ?
ഉപ്പ് കഴിയുമെന്ന് അടിച്ചു വാരാത്ത വീടുകാരോ പിശുക്കൻ എന്നാൽ ആറു പിശുക്കൻ തന്നെ. ആരാ? ഏയ്, ഇല്ല, ഇല്ല, ഇല്ല. ആരാ? ഞാനാ പോൾ. പോളോ? അതെ, പോളായിരുന്നു. എടാ, എന്തിനാ നീ ഇവിടെ കിടന്ന് കിടക്കുന്നത്? ഞാൻ പറഞ്ഞത് നീ കേട്ടായി? ഞാനൊന്നും കേട്ടില്ല. ഇല്ല, നീ എന്തോ കേട്ടു. ഇല്ലെന്നേ. പോരാ, എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ എന്താ കേട്ടതെന്ന് പറ. ഞാനൊന്നും കേട്ടില്ലെന്നേ. കിഴവനെ കൊണ്ട് തോറ്റല്ലോ. നീ എന്താ കിടന്ന് പുറവർക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്തോ പറഞ്ഞു, എന്തോ കേട്ടു. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും കേട്ടുമില്ല. കിഴവനെ കൊണ്ട് ശല്യമായല്ലോ. എന്നാലേ നീ എന്തിനാ ഇവിടെ എന്റെ വീട്ടിൽ കിടന്ന് കറങ്ങുന്നത്? അങ്ങയുടെ മകൻ വരാൻ പറഞ്ഞു, അവനെ കാത്തു നിൽക്കുന്നതാ. അതിന് വലിയ വെട്ടുവഴിയിലും നോക്കിയാ പോരെ. എന്തിനാ എന്റെ വീട്ടിൽ തൂണ് പോലെ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ നടക്കുന്നതെല്ലാം പാത്തും പതുക്കി കാണാനും എന്തേലും കൈയടത്തി പിടുങ്ങാനും എന്റെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന ചാര, എന്റെ സ്വത്തുക്കളെല്ലാം അപഹരിക്കാൻ മോഹിക്കുന്ന ദ്രോഹി. അങ്ങയുടെ സത്യങ്ങൾ ഞാൻ എങ്ങനെയാ മോഷ്ടിക്കുന്നത്? എല്ലാ സാധനങ്ങളും വച്ചു കൂട്ടി താക്കോലും അരയിൽ തിരുകി രാപ്പകൽ നടക്കേ. അതെ, ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ഈ വീട്ടിൽ എന്തോ നിക്ഷേപമുണ്ടെന്നുള്ള രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്ന നുണയല്ലേടാ നീ? അവിടെ അളവറ്റ നിക്ഷേപങ്ങൾ ഉണ്ടല്ലേ? നിക്ഷേപം ഉണ്ടെന്നല്ല, അങ്ങനെ ഒന്നുമില്ല. നീ നുണ പറഞ്ഞ് നടക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ഇതെല്ലാം സമ്പാദ്യങ്ങളാണല്ലേ? അപ്പൊ അതാ കാര്യം. നീയാണല്ലേ ഈ നുണക്കഥകൾ പറഞ്ഞു നടക്കുന്നത്. കള്ളനും കരിങ്കടനുമായ കടക്കട ഞാനാ പുറത്ത്, കടക്കട പുറത്ത്. അതെ, ഞാൻ വന്നതേ നിങ്ങളിൽ നിന്ന് ഒരാൾക്കൊരു വായ്പ വാങ്ങാനാ. കൃത്യമായി പലിശ തരുന്ന ആളാ, ചെറുപ്പക്കാരൻ. ഇനിയത് വേണ്ട. പോടെ പോരടാ, പോടെ. നശിച്ചവനെ. ഒരു മഹാഭാഗ്യമല്ലേ അവൻ തട്ടിത്തെറിപ്പിച്ചത്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിക്ഷേപങ്ങളും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എല്ലാം വിറ്റുപറക്കി പലിശയ്ക്ക് കൊടുത്തിട്ട് ജീവിക്കുന്നവരാണ് ഭാഗ്യവാൻ. പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവരാണ് ഭാഗ്യവാൻ. ഇനി ഈ മാസം കിട്ടാനുള്ളതേ ദാമോദരൻ 7000 രൂപ, ചെറിയ മാപ്പിള 22,000 രൂപ, അന്നാമ ചട്ടത്തി 1,00,000 രൂപ. ഇതെല്ലാം കൂടി വാങ്ങി പെട്ടിയിലാക്കി പറമ്പിൽ കുഴിച്ചിടാം. എല്ലാം കൂടി ഇവിടെ ആയാലേ ആർക്കേലും എന്തേലും സംശയം തോന്നിയാലോ? സംശയം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. ഈ എല്ലാ പെട്ടികൾക്കും കൂടി ഒരൊറ്റ താക്കോലേ ഉള്ളൂ. കണ്ട, ഈ താക്കോലിനെ കൊണ്ട് ഒരു പ്രത്യേകത, ഇത് പുറത്തു നിന്ന് മാത്രമേ തുറക്കാൻ കഴിയൂ. അതും ഒരു നിശ്ചിത അളവിൽ ഉള്ളിലേക്ക് കടത്തി ഇടത്തോട്ട് തിരിച്ചാൽ മാത്രം. ഈ സൂത്രമേ എനിക്ക് മാത്രമേ അറിയൂ. ഈ താക്കോൽ എന്റെ കയ്യിൽ ഭദ്രം.
നിന്റെ ഈ വയലിൻ വാദനം, നിന്റെ ഈ സൗന്ദര്യം, നിന്റെ ഈ സംഗീതജ്ഞാനവും എന്നെ മത്തു പിടിപ്പിക്കുന്നു. എത്ര നാളായെന്നറിയാമോ നിന്നോട് ഞാനിത് ഒളിച്ചു വെക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് എനിക്കെല്ലാം തുറന്നു പറയണം. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, അച്ഛനില്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല എന്നും മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നും സത്യമാണ്. അവർ പ്രേമത്തിൽ നിന്ന് വിമുക്തരായതുകൊണ്ട് അവർക്ക് മറ്റ് വ്യാമോഹങ്ങളില്ല. അവർ ആകൃതി കണ്ട് മയങ്ങുന്നവരല്ല. നമുക്ക് ക്ഷേമകരമായത് കണ്ടെത്താൻ അവർക്ക് കഴിയും. അവർ നമ്മെ അന്ധരാക്കുന്ന വികാരത്തെക്കാൾ കൂടുതൽ ലോകപരിചയമുള്ളവരാണ്. നമ്മുടെ യൗവനത്തിന്റെ സാഹസികത്വമൊന്നും അവർക്കില്ല. അതുകൊണ്ട് നമുക്ക് അവരോടൊപ്പം കഴിഞ്ഞു പോകാം. ഞാൻ അഗാധമായി പ്രണയിക്കുന്നു എളിമയെ, അമ്മയെ ശുശ്രൂഷിക്കുന്ന വിനയത്തെ, ഭക്തിയെ, സൗന്ദര്യത്തെ. എന്ത് ആത്മാർത്ഥമായാണ് അവൾ അമ്മയെ ശുശ്രൂഷിക്കുന്നത്. സ്നേഹം നിർമ്മലമാണെന്ന് ഞാൻ അവളിലൂടെ അറിയുന്നു. ഇന്ന് എനിക്കെല്ലാം തുറന്നു പറയണം. ഏലിസ്, ഞാനങ്ങോട്ട് വന്നോട്ടെ? ഇതെന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ന് ഇതിന്റെ നെല്ലും പതിനും തിരിയണം. ഏലിസ്, ഞാനങ്ങോട്ട് വരികയാണേ. അയ്യോ, അവിടെ പടഞ്ഞല്ലോ. എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരുമില്ലേ? ഇതൊന്ന് തുറന്നു തന്നെ. അയ്യോ, ഇതിനകത്തകപ്പെട്ടല്ലോ. എങ്ങനെയാ ഒന്ന് പുറത്തു കിടക്കുക? ഇവിടെ ആരുമില്ലേ? അയ്യോ, എന്നെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഓടി വരണേ.